മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുൻപിൽ വന്നപ്പോൾ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവർ പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ ഫറവോനും അവൻ്റെ സൈന്യവും അവരെ പിന്തുടർന്ന് വരികയാണ്. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വഴികളിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികൾ. മുൻപിലേക്ക് നോക്കിയ ജനം ഭയപ്പെടുകയാണ്, പുറകിലേക്ക് നോക്കിയവർ ഭയപ്പെടുകയാണ്. ആ മരുഭൂമിയിൽ ചിലർ പറയുകയാണ്, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത്. അവർ പകച്ചു നിൽക്കുകയാണ്, അവർ പിറുപിറുക്കുകയാണ്. എല്ലാവരും മുൻപിലും പുറകിലുമുള്ള കാഴ്ച കണ്ട് ഭയപ്പെട്ട് പിന്മാറുമ്പോൾ അവരുടെ കൂട്ടത്തിൽ മോശെ മുകളിലേക്ക് നോക്കുകയാണ്. മുകളിലേക്ക് നോക്കിയപ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരെ നടത്തുന്ന കാഴ്ചയാണ് മോശെ കണ്ടത്. ചെങ്കടൽ കണ്ടവർ ഭയപ്പെടുകയാണ്, ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും കണ്ടവർ ഭയപ്പെടുകയാണ്. എന്നാൽ മുകളിലേക്ക് നോക്കിയ മോശയുടെ മുഖത്ത് വലിയ പ്രകാശം. തിരുവചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമല്ല. കഷ്ടകാലത്ത് ജീവിതത്തിൽ മുൻപും പിൻപും അടയപ്പെട്ടതുപോലെ പ്രതികൂലങ്ങൾ ഏറി വന്നാൽ മോശെ നോക്കിയതുപോലെ നാം ഓരോരുത്തരും മുകളിലേക്ക് നോക്കണം. അങ്ങനെ കൺകൾ ഉയർത്തിയ ഒരു ഭക്തൻ പറഞ്ഞു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. മോശയെ മുകളിലേക്ക് നോക്കിയപ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ഒരു ഇടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ നയിക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അസാധാരണമായൊരു ധൈര്യം. എല്ലാവരും ഭയപ്പെടുമ്പോൾ മോശ ധൈര്യപ്പെടുകയാണ്. ആ മുഖപ്രകാശത്തിൽ നിന്ന് ദൈവം തനിക്ക് നൽകിയ ബലത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് പിന്നെ കണ്ടത്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ മുകളിലേക്ക് നോക്കിയാൽ അതെ, ദൈവത്തിന് ചിലത് പറയാനുണ്ട്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. അവങ്കിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു ചുവട് മുൻപിലേക്ക് വെച്ചപ്പോൾ അവൻ കണ്ടത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ, ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ചെങ്കടൽ അവൻ്റെ മുൻപിൽ വഴിമാറുകയാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ ചുവട് വെച്ചാൽ നിന്റെ മുൻപിൽ ചെങ്കടൽ വഴിമാറും. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ നിന്റെ മുൻപിൽ നീങ്ങുകയാണ്. അതിനെ നീ ചവിട്ടി നടക്കാൻ പോവുകയാണ്. അതെ, മുകളിലേക്ക് നോക്കാമോ? പർവ്വതങ്ങളിലേക്ക് തല ഉയർത്താമോ? നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം. നിന്റെ കാൽ വഴുതുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. നിന്റെ ഈ ഗമനത്തെ പരിപാലിക്കും. നിന്റെ യാത്രയെ പരിപാലിക്കും. നിന്റെ മുൻപിലെ തടസ്സങ്ങളെ അവൻ നീക്കും. അവൻ മുൻപേ കടന്നു പോകും ദഹിപ്പിക്കുന്ന അഗ്നിയായി. ദുർഘടകളെ നിരപ്പാക്കും, താമ്രക്കഥകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. വിശ്വസിക്ക്, ഉറച്ചു നിൽക്ക്. ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.